വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന പേര് മാത്രമാകുമേ. ഇന്നലെ ഫുള്ളൊരു ചെറിയ മഴയുള്ള സമയം. ഞാൻ ആലോചിച്ചത് ആ മഴ ആ ഖബറിലുള്ള വ്യക്തി കൊള്ളുന്നുണ്ടാവില്ലേ. ഇങ്ങനെ ഇന്നലെ ഒരു മരണമുണ്ടായിരുന്നു. അപ്പോൾ മരണം കുടുംബത്തിലെ ഒരു സഹോദരിയാണ്. അള്ളാഹു ഒരു അർഹമായ പ്രതിഫലം ഖബറിന് വിശാലമായി കൊടുക്കട്ടെ. ധാരാളം കാലം ഒരു ക്യാൻസറൊക്കെ ബാധിച്ച് പ്രയാസത്തിലകപ്പെട്ട് ഉള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ മരണസ്ഥലത്തേക്ക് മയ്യെടുക്കാൻ വേണ്ടി വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വിളിച്ച് ചോദിച്ചു, എപ്പോഴാണ് മയ്യത്ത് എടുക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന സമയത്താണ് ഒരു 9 മണിക്കാണ് മയ്യത്തെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചൊരു ആലോചന, ഇത്ര സമയം കൊണ്ടാണ് നമ്മളെ പേര് മാറ്റി മയ്യത്ത് എന്ന് വിളിക്കുന്നത്. സഹോദരിയുടെ പേര് മാറി മയ്യത്ത് എന്നായി. നമ്മളൊക്കെ അതാണല്ലോ ആവുന്നത്. സ്വാഭാവികമായിട്ടും എന്തോ ചേഞ്ചാണ് നമ്മളിൽ വന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒറ്റ മാറ്റേ വന്നിട്ടുള്ളൂ. നമ്മുടെ ജീവൻ എന്ത് ചെയ്തു പോയി, റൂഹ് അല്ലാഹു എടുത്തു എന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചത്, ശരീരം അവിടെ ഉണ്ട്, ആ ശരീരത്തെ മയ്യത്ത് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഏത് സമയത്താണ് ആ വ്യക്തിയുടെ പേര് നമ്മൾ വിളിക്കുന്നത്? ആ റൂഹ് ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ്. അത് ഏത് സമയമാണോ നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുന്ന ആ സമയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, മയ്യത്തായിട്ട് മാറും. അപ്പം നമ്മൾ ആ പേര് വിളിക്കുന്ന യഥാർത്ഥത്തിൽ ജീവനോടെ ഇരിക്കുന്ന ആ ഒരു ശരീരത്തെയാണ് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇല്ലാതെയായി കഴിഞ്ഞാൽ ആ റൂഹ് എപ്പോഴാണോ നമ്മൾ നഷ്ടപ്പെട്ടത്, നമുക്ക് എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ, ഒറ്റ വസ്ത്രമേ ഉള്ളൂ, ഒറ്റ യാത്രയേ ഉള്ളൂ. അവിടെ പണമെന്നോ ഏതൊക്കെ സൗകര്യങ്ങളിൽ ജീവിച്ചവരാണെന്നോ ഒന്നും ബാക്കിയുണ്ടാകില്ല എന്നുള്ളൊരു തോട്ടാണ്, എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന പേര് മാത്രമാകുമേ. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്തെന്ന പേരു മാത്രമാകുമേ. 2 വരികളിൽ അതിലെല്ലാം പെട്ടല്ലോ അല്ലേ. പെട്ടു. സ്വന്തം മക്കൾ വരെ വന്നിട്ട് വാപ്പച്ചി ഉമ്മച്ചി എന്ന് വിളിച്ചിരുന്ന ആളെ പിന്നെ മയ്യത്തെടുക്കല്ലേ എന്ന് മക്കൾ ചോദിക്കാൻ തുടങ്ങുന്നൊരു സമയം. അതെ, മക്കളൊക്കെ തന്നെ പള്ളിയുടെ 1ാമത്തെ സൊഫിൽ നിൽക്കും. 1ാമത്തെ സൊഫിൽ ഒരു പക്ഷേ നിറകണ്ണുകളോടെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ യാത്രയാകുമ്പോൾ ഒരു പക്ഷേ ഉമ്മയുടെ ഓർമ്മകളുണ്ടാകും, അതുപോലെ തന്നെ ഉപ്പയുടെ ഓർമ്മകളുണ്ടാകും. പക്ഷേ ആ ഓർമ്മകളിൽ അവരുണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരുപാട് ദുഃഖത്തിൽ അവരെ ഓർക്കുന്നവരുണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ഓർക്കാറുള്ളത്, നമ്മളെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കാറുള്ളത് ആരെക്കുറിച്ചാണ് വെച്ചാൽ, എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും, എൻ്റെ വീടുകാരുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് പലപ്പോഴും ചെയ്യാറില്ല, നമ്മൾ ഓർക്കാറില്ല. അല്ലെങ്കിൽ ആ മരിച്ച മയ്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ ആളുകൾ ആലോചിക്കാറില്ല, അയാൾ ഇനിയിപ്പോൾ അയാളെ മക്കൾ എന്താ ചെയ്യുക, ഭാര്യ ഇനിയിപ്പോൾ എന്തൊക്കെ അവസ്ഥ, വീടിൻ്റെ പണിഞ്ഞ് പൂർത്തിയായില്ലല്ലോ. അത് ശരിക്കും ചിന്തിക്കേണ്ടത്, അതൊക്കെ ഇനിയും പരിഹരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അയാൾ ആ മക്കളെ അനാഥ എന്ന നിലയ്ക്ക് എത്രയോ ആളുകൾ അവരെ സഹായിക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു വിധവ എന്ന നിലയ്ക്ക് അവർക്കൊരു പ്രത്യേക പരിഗണന സമൂഹത്തിൽ, അവരുടെ കുടുംബത്തിൽ മഹലിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വേണ്ടി വന്നാൽ മറ്റൊരു വിവാഹം അധികം വൈകാതെ പറ്റാവുന്ന ആലോചന കിട്ടാൻ ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഖബറിലേക്ക് ഇനി കൊണ്ടുപോയി വെക്കാൻ പോകുന്ന ഈ മനുഷ്യന് ഇനി പ്രവർത്തിക്കാനുള്ള സമയമില്ല, സംസാരിക്കാൻ വകുപ്പുകളില്ല, തൗബ ചെയ്യാൻ വകുപ്പില്ല, സ്വതക്ക ചെയ്യാൻ വകുപ്പില്ല. എല്ലാം അവസരങ്ങളും കഴിഞ്ഞ് നിശ്ചലനായിക്കൊണ്ട് ഖബറടക്കം ചെയ്യുന്നതോടു കൂടി തൻ്റെ അമലുകൾ പരിശോധിക്കപ്പെടുന്ന നാളുകൾ, ഇനി പ്രവർത്തിക്കുന്ന നാളുകളല്ല, ഇനി കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന അവസരമാണ്, സമയമാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളോട് അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഇതൊക്കെ ഖബർ സന്ദർശിക്കുന്നത് വരെയുള്ളൂ, ഖബറിടത്തിൽ എത്തുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു. ആരെയാണ് നമ്മൾ ഖബറടക്കുന്നത്? 4000, 5000, 3000 സ്ക്വയർ ഫീറ്റിൽ വലിയ വീട്ടിൽ കടന്നിരുന്ന മനുഷ്യൻ ഒരു ചെറിയ 6 അടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കപ്പെടുകയാണ്. നല്ല ബ്രാൻഡഡ് ഷർട്ടുകൾ നോക്കി തിരഞ്ഞെടുത്ത് കളർ നോക്കി അതിൻ്റെ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് വസ്ത്രം മാറ്റിയിരുന്ന നമ്മൾ ഒരു 3 വെള്ള തുണി മാത്രം, മോഡലും കൂടി ആവശ്യമില്ല, ആ 3 വെള്ള നിറത്തിലുള്ള തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയി വെക്കുക. നല്ല ലംബോർഗിനി കാറ് കിടക്കുന്നുണ്ട് വീട്ടിൽ, ബെൻസ് കിടക്കുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിലീസ് ഇറക്കിയ സാധനം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോണത് മയ്യത്തു കട്ടിൽ ചുമന്നിട്ടാണ്. അതിന് 6 കാലം മാത്രമേ ഉള്ളൂ, 6 കാലം. ഒരു ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ചുമലിലേറി ഉള്ളവൻ്റെ മന്നൻ്റെ ചുമലിലേറിക്കൊണ്ട് പോവുകയാണ്. ഈ യാത്ര ശരിക്കും കെട്ടുകൾ 3 കെട്ടി
കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. എവിടെ പോയാലും വീട്ടിലെത്തണം എന്ന് വിചാരിക്കണേ നമ്മള്, പിന്നെ നമ്മളുടെ അവസാനത്തെ യാത്രയാണ്. അതെ, പോയോല് തിരിച്ചു പോരാന്നല്ലാതെ മയ്യത്ത് തിരിച്ചു പോരില്ല. മാത്രമല്ല നമ്മൾ ആ സമയത്ത് ആലോചിക്കും, ഞാൻ ഖബറിൻ്റെ ഇങ്ങനെ അടക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഉണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് തസ്ബീത്തുകൾ ചെല്ലുന്നുണ്ട്, 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, നിറകണ്ണുകളുമായി നിൽക്കുന്നുണ്ട് എല്ലാവരും. സഹോദരനുണ്ട്, ആ മരിച്ച സഹോദരിയുടെ സഹോദരനുണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് കരയുന്ന സമയമുണ്ട്, കുടുംബത്തിലെ അംഗം കൂടിയാണ്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ എല്ലാവരും തിരിച്ചു പോന്നു. ആ സമയത്ത് ഇന്നലെ ചെറിയൊരു മഴയുള്ള സമയമായിരുന്നു, ഇന്നലെ ഫുള്ളൊരു ചെറിയ മഴയുള്ള സമയം. ഞാൻ ആലോചിച്ചത്, ആ മഴ ആ ഖബറിലുള്ള വ്യക്തി കൊള്ളുന്നുണ്ടാവൂലേ, ഇളകിയ മണ്ണിലൂടെ ആ മഴ ഇറങ്ങി ആ സ്ത്രീയുടെ ദേഹത്തേക്ക് അത് വീഴുന്നുണ്ടാവില്ലേ. പക്ഷെ ആരുണ്ട്, നല്ല വീട്ടിൽ കൊട ചൂടി മഴയത്ത് നടന്നവർ, അല്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടിയവർ, ആ വീട്ടിൽ എല്ലാവിധ സൗകര്യത്തോടു കൂടി കഴിഞ്ഞു സ്വന്തം കട്ടിലിൽ ഉറങ്ങിയവർ അല്ലേ. പക്ഷേ ഒരു കൂടെയുള്ള ആളുകൾ പോലും വിചാരിക്കുന്നില്ല, ഒരു 50 രൂപയുടെ പോളിത്തീൻ കവർ വാങ്ങി ആ കവറിൻ്റെ മുകളിൽ വിരിച്ച് ഇന്ന് എൻ്റെ ഉമ്മാക്ക് മഴ കൊള്ളാതിരിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് മഴ കൊള്ളാതിരിക്കണം, എൻ്റെ സഹോദരിക്ക് മഴ കൊള്ളാതിരിക്കണം എന്ന് ആരും വിചാരിക്കണില്ല. എല്ലാവരും തിരിച്ചു പോരുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഖുർആൻ പറഞ്ഞല്ലോ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് നിങ്ങൾ മടക്കപ്പെടും, ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ രണ്ടാമതും മടക്കി നിങ്ങളെ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പാഠം, ഇത് നമുക്കുള്ള ഒരു വലിയ മെസ്സേജ് കൂടെയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്.